ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഖുർആൻ കേൾക്കുന്നവരാണ്. രാവിലെ ആകാശവാണിയിലൂടെ 7 മണിക്ക് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കാൻ വേണ്ടി റേഡിയോ തയ്യാർ ചെയ്ത് കാത്തിരിക്കുന്ന ഉപ്പമാരുള്ള ഒരു തലമുറ തേവലക്കരയിൽ മുമ്പുണ്ടായിരുന്നു. ഇന്ന് വീടിന്റെ അകത്തരങ്ങൾ DJ പാട്ടിട്ടുകൊണ്ട് സിനിമാ പാട്ടിന്റെ രാഗത്തിനൊത്ത് തുള്ളുന്ന ഉമ്മമാരും റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന കൊച്ചുമ്മമാരുമായി ഇന്നത്തെ തലമുറ മാറി. റീൽസ് കളിക്കാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് റീൽസ്, തുള്ളുന്നത് റീൽസ്, ബെഡ്റൂമിൽ കയറുന്ന റീൽസ്, ബാത്റൂമിൽ കയറുന്ന റീൽസ്, ബാത്റൂം കഴുകുന്നത് റീൽസ്, ടോയ്ലറ്റിനകത്തിട്ട് ഇളക്കുന്നത് വരെ റീൽസ്. റീൽസിനോട് മയാണ്. അല്ലാഹു മളക്കാക്കം. ഫുള്ള് റീൽസ് കളി. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ തലമുറയ്ക്ക് എന്ത് പറ്റിയെന്തോ അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാം വീട്ടിൽ നടക്കുന്നത് മുഴുവൻ കാണിച്ചു കൊടുക്കുക, അടിച്ചു വാരുന്നത് ഒക്കെ കാണിച്ചു കൊടുക്കുക. ബെഡ്റൂം എവിടെയാണ്, അടുക്കള എവിടെയാണ്, ബെഡ്റൂമിൽ എപ്പോഴാണ് കിടക്കുന്നത്, ഏത് കൊളുത്താൻ നമ്മൾ ഇടുന്നത്, ഏതൊക്കെ കൊളുത്തുകൾ ഇടാതെ ഉണ്ട്, എല്ലാം കാണിച്ചു കൊടുക്കുക. രഹസ്യമാക്കി വെക്കേണ്ട പല സംഭവങ്ങളുണ്ട് വീട്ടിൽ, അതുവരെ പരസ്യമാക്കുകയാണ് ചാനലുകൾ വെച്ചിട്ട് നമ്മുടെ സഹോദരിമാർ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപക്വമായ പെരുമാറ്റമാണത്. നമ്മൾ സ്വർണം വെക്കുന്നത്, നമ്മൾ വെള്ളി വെക്കുന്നത്, നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മുടെ സുരക്ഷിതത്വം ഒക്കെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ ലോകർക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദുന്യവിയാക്കപ്പെട്ട സർവകാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നവരെ എന്തെങ്കിലും ഒരു കളിതമാശകൾ വരുമ്പോ ഗാനമേള ട്രൂപ്പുകൾക്ക് കൊടുക്കാനും, സിനിമാറ്റിക് ഡാൻസ് പ്രോഗ്രാമുകൾക്ക് മക്കളെ ചേർക്കാനും, റിയാലിറ്റി ഷോകളിൽ മക്കളെ പഠിപ്പിക്കാനും ഇറങ്ങിത്തിരിക്കുന്ന രക്ഷിതാക്കളില്ലയോ? ലക്ഷങ്ങൾ കോടികൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നവരില്ലയോ? കൊച്ചിയിൽ അലൻവാർക്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ, 27 വയസ്സുള്ളതാകുന്ന ഒരു ഗായകൻ വന്നപ്പോ, അലൻവാർക്കർ എന്ന ചെറുപ്പക്കാരൻ്റെതാകുന്ന പാട്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവനും തടിച്ചുകൂടിയത്രേ. എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാരാണ് അതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കൊച്ചിയിലെ ഒരു നിശയിൽ പാതിരാത്രി സമയം മുഴുവനും അല്ലാഹു ഇബാദത്തെടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടിയ മുൻഗാമികൾക്ക് പകരമായി പുതിയ തലമുറ വരും കള്ള് കുടിച്ച് ലഹരി നുടഞ്ഞ് കഞ്ചാവടിച്ച് മാരകമാകുന്ന MDMA അടിക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അലൻവാക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരോടൊപ്പം നൃത്തങ്ങൾ തുള്ളിയാകുന്ന എത്രയോ പാവപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങളുണ്ട്. ആഖിറം നഷ്ടപ്പെടുത്തി കളഞ്ഞ ചെറുപ്പക്കാരല്ലേ. അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സമ്പത്ത് കൂടുതലാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ മടിയില്ലാതെ സ്നേഹത്തോടുകൂടി കൊടുക്കാൻ കഴിയുന്ന മുസ്ലിമേ, ആഖിറം നിനക്ക് സുനിശ്ചിതമാണ്, രക്ഷയാണ്. അവസാന കാലഘട്ടത്തിൽ ദീൻ മുറിക്ക് പിടിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഈ ദുനിയാവിൽ വസിക്കുമ്പോൾ നീ ഭൗതികതയുടെ മേച്ചിൽ പറങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. നിന്റെ ജീവിതം കൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. വയസ്സ് എത്രയായി? 30 കഴിഞ്ഞവനല്ലേ, 40 കഴിഞ്ഞവളല്ലേ, 50 എത്തിയവളല്ലേ, 60 കഴിഞ്ഞവളല്ലേ? ഇന്ന് വരെ ആഖിറത്തെ സമ്പാദിക്കാൻ എത്ര ലക്ഷം നീ കൊടുത്തിട്ടുണ്ട്? എനിക്ക് സ്വർഗം കരഗതമാക്കണം, എനിക്ക് നരകത്തെ തൊട്ട് മുക്തമായ ജീവിതം വേണം. അതിനുവേണ്ടി നീ സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ളത് എത്രയാണ്? 1 ലക്ഷം കടന്നിട്ടുണ്ടോ പൊന്നുമോനെ? 1 ലക്ഷം കടന്നിട്ടുണ്ടോ പ്രിയപ്പെട്ട ഉമ്മ? ആഖിറം കരഗതമാക്കാൻ 1 ലക്ഷം രൂപ പോലും ജീവിതത്തിൽ സ്വതക്ക കൊടുക്കാത്തവരല്ലേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമ്പത്ത് കൊടുത്ത സാലിഹീങ്ങളാകുന്ന മുൻഗാമികളുടെ ചരിത്രം എന്തേ നിന്റെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാതെ പോയത്? നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തു നാർ വറഅയ്തു ഫീഹാ ഇംറഅതാ മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനൻ നാർ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, റഅയ്തുൻ നാർ, കത്തിച്ചുലയ്ക്കുന്നതായ നരകത്തെ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടുപോയി സ്വഹാബ. വറഅയ്തു ഫീഹാ ഇംറഅതാ, ആ നരകത്തിൽ ഒരു പെണ്ണിനെ ഞാൻ കാണുകയാണ്. മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനൻ നാർ, നരകത്തിലെ തൂണിനോട് അവളുടെ നാവിനെ അല്ലാഹു സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകളെ കൊണ്ട് നാവിനെ വലിച്ച് കെട്ടിയിരിക്കുകയാണ്.
പറയുകയാണ്, നരകത്തിലെ നടുക്കളത്തിലുള്ള തീജ്വാലകൾ പറത്തപ്പെട്ട തൂണിലേക്ക് നാവിനെ വലിച്ചു കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഫഖുൽതു ലിജിബ്രീൽ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ പെണ്ണ്? നരകത്തിന്റെ നടുക്കളത്തിലുള്ള തൂണിനോട് നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി പെണ്ണ് ഏതാണെന്ന് ചോദിക്കുമ്പോ ഫഖാല ലി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് മറുപടി നൽകി, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, നാവിന് നീളമുള്ള പെണ്ണാണ് പെണ്ണാണ്. ദുനിയാവിൽ വെച്ച് വന്ന് ഫനായും ഫസാദും പറഞ്ഞു നടന്നവളാണ്. നാട്ടുകാരോട്, കൂട്ടുകാരികളോട്, അയൽവാസികളോട്, ബന്ധുക്കളോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും ഇല്ലായ്മയെ കുറിച്ചുമൊക്കെ വിളംബരം ചെയ്തതായ പെണ്ണാണ്. ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നരകത്തിലെ നടുവിലെ തൂണിനോട്, തീ കൊണ്ട് പടർത്തപ്പെട്ട തൂണിലേക്ക് നാവ് വലിച്ചു കെട്ടിയിരിക്കുന്നു. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി. കേൾക്കുമ്പോൾ നമ്മളവർക്ക് ഈ നാവൊക്കെ എങ്ങനെ വലിച്ചു കെട്ടിയതൊക്കെ വെറുതെ പറയുകയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഇസ്രാ മിഅ്റാജിൽ കണ്ടത് പ്രവാചകൻ സ്വഹാബത്തിനോട് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതിലൊരു പെണ്ണിന്റെ നാവ് നരകത്തിലെ തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിലേക്ക് വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആരാണ് ഈ പെണ്ണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി, ഹാദിഹി ബദിയത്തുൽ ലിസാനി ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്, നാവിന് നീളമുള്ള പെണ്ണാണെന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. വീട്ടിൽ ചെന്നിട്ട് സ്കെയിലെടുത്ത് അളക്കണ്ട പെണ്ണുങ്ങൾ, ശ്രദ്ധിച്ചോ, നാവിന് നീളമുണ്ടോ നമ്മുടെ നാക്കിന് നീളമുണ്ടോ നോക്കണ്ട. ഇതെന്താ പറഞ്ഞത്? ഫനായും ഫസാദും പറഞ്ഞു നടക്കാന്നർത്ഥം. 50 കൊല്ലമായിട്ട് ഭർത്താവ് ഒന്നിച്ച് ജീവിക്കാൻ, 49 കൊല്ലവും സുഭിക്ഷിതയാണ്. ഒരു കൊല്ലം, ഒരു ദിവസം എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അന്ന് എല്ലാം ഇട്ടെറിഞ്ഞു പോകും. അന്ന് പറയും, ഇങ്ങടെ കൂടെ കൂടിയിട്ട് ഇന്ന് വരെ ഒരു ഹൈറും കിട്ടിയിട്ടില്ല, നിങ്ങൾ എന്ത് മണ്ണാങ്കട്ടയാന്ന്, നിങ്ങൾ അങ്ങോട്ട് എന്ത് കിട്ടിയിട്ട് തീർന്നു, അച്ചപ്പാടും വേണം. 10-20 കൊല്ലമായിട്ട് നല്ല റാഹത്തുള്ള ജീവിതമാണ്, എല്ലായിടത്തും പോകും. അല്ലെ, വെള്ളക്കുഴി പോയി നിൽക്കുന്നത് കണ്ട്, അവിടെ കണ്ടില്ല, ഇവിടെ കൊല്ലത്തൊരു വെള്ളക്കുഴിയുണ്ട്, അവിടെ പോയിരുന്നിട്ട് സെൽഫി, ചാകാറായി കിടക്കുന്ന തീമൊക്കെ അങ്ങോട്ട് പോവുക. അള്ളാഹു മുളക്കാക്കണം. ഈ അടുത്തൊരു വണ്ടിക്കോട് ഞാൻ ചോദിച്ചാൽ എവിടെ പോവാ, ഞങ്ങൾ ഫാമിലി എല്ലാം അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ. എന്തു ആട്ടെ, അള്ളാഹു ബർക്കത്ത് ശരിയാട്ടെ. തൊട വരെ വെള്ളത്തിൽ നിന്നിട്ട് റാഹത്തായിട്ട് ഒരു ചായയും കുടിച്ച് ജ്യൂസും കുടിച്ചിട്ട് തിരിച്ചു വരിക. കുടുംബജീവിതം ബർക്കത്ത്. മനസ്സിലായില്ലേ? സ്ഥലം മനസ്സിലായില്ലേ? പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് 10 ആളെ കൂടെ ഇറക്കണ്ട എന്ന് പറയാൻ പേടിയാണ്, നാളെ തന്നെ പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ അടിച്ചു പൊളിക്കുകയാണല്ലേ റാഹത്താകുക, എല്ലാ ദിവസവും അടിച്ചു പൊളിക്കണം. അങ്ങനെ ആയിപ്പോയിന്നത്. അങ്ങനെ വേണ്ട, അങ്ങനെ ഒരു ജീവിതവും ഇല്ല. എന്നാൽ മാസത്തിലൊന്നെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോകണം. നമ്മൾ ചില കാര്യങ്ങൾ പാശ്ചാത്യരെ കണ്ടുപഠിക്കണം. 3 കാര്യങ്ങൾ അവരിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട്. പാശ്ചാത്യരായ ആളുകൾ സായിപ്പ് മദാമിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ട് ഉസ്താദെ? ഉണ്ട്. 3 കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. ഏതാ? 1, അവർ നല്ല യാത്ര പോകും. വർഷത്തിലിടയ്ക്ക് നല്ല യാത്ര പോകും. നമ്മൾ പൈസ ഇങ്ങനെ അട്ടിക്കടിച്ച് തലയണക്കടി വെച്ചിട്ട് അല്ലാത്ത പോകാത്ത അവസാനം ചത്ത് ഹലാക്കായി. ഒരു മനുഷ്യനും ഒരു ഗുണവും ഇല്ല, ഇങ്ങോട്ടും യാത്രയില്ല. ഒരു ഹജ്ജിനും പോകൂല, ഉംറയ്ക്കും പോകൂല, ഒന്നുമില്ല. പൈസ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കുക. അന്ന് ആർക്കെങ്കിലും സക്കാത്ത് കൊടുക്കുമോ? അതുമില്ല. എല്ലാം കറക്റ്റ്, എല്ലാം ഇങ്ങനെ പൈസ ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിരിക്കുക. പൈസ ഉള്ളവർ ഇഷ്ടം പോലെയുണ്ട്. കരുനാഗപ്പള്ളിക്കാരൻ ആർക്കാ കാശില്ല? കേരളത്തിൽ ഏറ്റവും കാശുള്ള ആളുകൾ ഞാൻ പറയുന്നത് കരുനാഗപ്പള്ളിക്കാരൻ തന്നെ. ആശുണ്ട് കൊണ്ട് ഇറക്കാൻ അള്ളാഹ് കട്ടിക്കടിക്കണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇറക്കുമെന്നാണ് പറയുന്നത്. ഇറക്കുവോ? ഇറക്കുമെന്നാണോ പറയുന്നത്? അത് പറയത്തില്ല. പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പിരിക്കും. അപ്പൊ എനിക്ക് കിട്ടണം. അതാനങ്ങത്തില്ല. നിങ്ങൾ ക്യാമറ വന്ന് തിരിച്ചേക്കണം ഇടയ്ക്ക് കേട്ടാ. ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കണ്ടോട്ടെ. എല്ലാവരും എഴുന്നേക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് കാണട്ടെ, എന്നിട്ട് വേണം നോക്കാം. നമ്മുടെ അമീ മുസ്ലിയാരൊക്കെ ഉണ്ട് ഇവിടെ. അള്ളാഹു ബർക്കത്ത് ശരിയട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. കാശുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ഇതും കൂടെ കൊടുക്കണ്ടേ? കൊടുക്കുന്നവരുണ്ട്, രഹസ്യമായി കൊടുക്കുന്നവരുണ്ട്, പരസ്യമായി കൊടുക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. വരവിനനുസരിച്ചുള്ള കൊടുക്കലുണ്ടോ?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളോട് പറയുകയാണ്, ഫവല്ലാഹി, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ദാരിദ്ര്യമല്ല ഞാൻ ഭയക്കുന്നത്, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ, നിങ്ങളുടെ മേൽ ഈ പാവപ്പെട്ട മുഹമ്മദിനുള്ള ഭയപ്പാട് ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകലാണ്, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, മുൻഗാമികൾക്ക് ദുനിയാവ് വിശാലമായതുപോലെ നിങ്ങൾക്ക് ഈ ദുനിയാവ് വിശാലമാക്കി തരുമോ? മുൻഗാമികൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവ് കിട്ടാൻ മത്സരിക്കും കേട്ടോ. അതാണ് എൻ്റെ മേലുള്ള ഭയപ്പാട്. ഫതുഹ്ലികകും കമാ അഹ്ലകതും, ദുനിയാവിന്റെ പിറകെ ഓടി 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 അവസാനം നിങ്ങൾക്ക് ആഖിറം നഷ്ടപ്പെട്ടു പോകുമേ. അതാണ് ഞാൻ നിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ ഭയപ്പാട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുൻഗാമികളായ ആളുകൾക്ക് ദുനിയാവ് വിശാലമാക്കി കൊടുത്തതുപോലെ നിങ്ങൾക്ക് ദുനിയാവ് വിശാലമായി കിട്ടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി. എന്തിനെ ഞാൻ ഭയക്കുന്നില്ല? നബി തങ്ങൾ പറയാൻ 1400 കൊല്ലം മുമ്പ്, മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല. ആർക്കവിടെ ദാരിദ്ര്യം ഉള്ളത്? ചിലർ പറയും ദാരിദ്ര്യം, ഒരു ദാരിദ്ര്യം ഇല്ല. ഇപ്പൊ ഈ ഇരിക്കുന്നതായ ആളുകൾ തന്നെ ഇന്ന് ഈ സദസ്സ് വിട്ടിട്ട് വീട്ടിൽ പോയി കോഴിയെ പിടിച്ച് റാഹത്തായി അറുത്ത് കഴിക്കാൻ പറ്റാത്ത കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? മിക്ക ആളുകൾക്കും കഴിവുള്ളവരാ. വേണം ആട് തന്നെ വേണം കുഴിമന്തി വെക്കൂ, അതിനുള്ള സാമ്പത്തിക ശേഷി അള്ളാഹു തന്നിട്ടുണ്ട്. വേണോന്ന് വെച്ചാൽ ചെയ്യൂലേ? ചെയ്യും. അതിനുള്ള അവസരം അള്ളാഹു നൽകി. എന്നാൽ ഒരു 40 കൊല്ലം മുമ്പ് തേവലക്കരയുടെ അവസ്ഥ എന്താ? ഒരു 10-30 കൊല്ലം മുമ്പ് വീടുണ്ടോ, വാഹനമുണ്ടോ, സൗകര്യമുണ്ടോ, ജീവിതമുണ്ടോ? പച്ചയായ ജീവിതം എവിടെയായിരുന്നു? ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ ജീവിച്ചിരുന്ന ഒരു തലമുറയല്ലായിരുന്നോ? ഇന്ന് ഏക്കർ കണക്കിന് ഭൂസ്വത്തുകളും ഇന്ന് ഇട്ടുമൂടത്തക്ക നിലയിലുള്ള പണവും സാമ്രാജ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അധീനപ്പെടുത്തി തന്നപ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന തലമുറയായി, ആർഭാടം കാണിക്കുന്ന ആഭാസത്തിന്റെ വക്താക്കളായി ഈ തലമുറയിലെ മക്കൾ മാറിയില്ലേ? അല്ലാഹ് എന്ന് വിളിക്കാനും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനും അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാനും അല്ലാഹുവിനെ കുറിച്ച് മക്കളെ പഠിപ്പിക്കാനും തയ്യാറാകാത്ത മക്കളായി മാറി. അതാ അല്ലാഹു പറഞ്ഞത്, മുഅ്മിൻ എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. മുഅ്മിനിന് 5 വിശേഷണം ഉണ്ടാകണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങണം. നമ്മളിൽ എത്ര പേർക്ക് ആ നടുക്കമുണ്ടെന്നാണ് എന്റെ ചോദ്യം. നമ്മുടെ മരണത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ വസിക്കുന്നതായ കാലഘട്ടത്തിൽ ഖലീഫയായി നിലകൊള്ളുന്ന സമയമാണ്. ഒരാളെ പണം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. എല്ലാ ദിവസവും നീ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയണേ, ഉമറേ നീ മരിക്കേണ്ടവനാണെന്ന് എന്നോട് ഉപദേശം നൽകണേ. ഉമറേ നീ മരിക്കേണ്ടവനാണ്, ഉമറേ നീ മരിക്കേണ്ടവനാണ്. ഇത് വന്നിട്ട് പറഞ്ഞിട്ട് പോകണം. അതിന് കാശ് കൊടുക്കുക ഒരാൾക്ക്. ആ പണി ഉസ്താദ് ഞങ്ങൾക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ വേണേ വന്ന് പറയാം. ഇത് പറയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയാണ്. വാല് എല്ലാ ദിവസം വന്നിട്ട് എന്നെ ഉണർത്തണം, ഇതിനാ പരിപാടി. അപ്പൊ കാണുമ്പോ ഇയാൾ വന്നിട്ട് പറയുന്നേ, ഉമറേ നീ മരിക്കേണ്ടവനാണ്, ആയത്തോ ഹദീസ് ഓതിയിട്ട് പേടിപ്പിച്ചിട്ടു. ഇങ്ങനെ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അദ്ദേഹം വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊണ്ട് ഉപദേശം നൽകാൻ നിൽക്കുമ്പോ അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തിട്ട് പറയുന്നു, ഇനി നീ ജീവിതത്തിൽ എനിക്ക് മരണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണ്ട, എന്നെ കുറിച്ച് നീ കൃത്യമായിട്ട് ഇനി പഠിപ്പിക്കണ്ട, മരണത്തെ കുറിച്ചുള്ളതാകുന്ന വാക്ക് എന്നോട് ഇനി പറയേണ്ട കാര്യമില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇയാള് പറഞ്ഞ എന്താ, നമ്മൾ വേണേ 2 ആയത്ത് ഓതി തരാം, അല്ല ശരിക്കും പേടിപ്പിച്ചു നല്ല റാഹത്താക്കി തരാം. അതൊന്നും വേണ്ട. കാരണം എന്താ? ഇനി നീ പറയണ്ട, എന്റെ താടി രോമത്തിൽ നിന്ന് 2 എണ്ണം നരച്ചിട്ടുണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ നര എനിക്ക് മരണത്തേക്കുള്ള മുന്നറിയിപ്പാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് ഞങ്ങൾക്ക് അറിയാം ഉസ്താദ്, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഡൈ ചെയ്ത് നടക്കുന്നത്. നര വേണ്ട, ഹലാക്ക്. നര എല്ലാം കറുപ്പിക്കുക. എങ്ങനെ ഒളു ശരിയാവും?
അതാ ഞാൻ പറയുന്നത്, നമ്മൾ മോമിൻ എന്ന പേര് മാത്രമേ ഉള്ളൂ, ചെയ്യുന്നത് മുഴുവനും കാപട്യത്തിന്റെ പ്രവർത്തനം, കാഫിരീങ്ങളുടെ പ്രവർത്തനം, അവിശ്വാസികളുടെ പ്രവർത്തനം മുസ്ലിം വെച്ച് പുറത്തുകയാണ്. എങ്ങനെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടും? വയസ്സ് 60 ഇപ്പോഴും നരയൊന്നുമില്ല, നല്ല റാഹത്തായിട്ട്. ഞാനും മമ്മൂട്ടിയൊക്കെ ഒരേപോലെയാണ്. ഇതിൽ യഥാർത്ഥ കോലമൊന്ന് കാണണം ഈ പറഞ്ഞ സിനിമാ നടന്മാരുടെ. അള്ളാഹു പൂവിട്ട് പൂജിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവരീ ഡൈ ചെയ്തും ഈ കോലത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ പ്രായം മറ്റുള്ളവരുടെ മുന്നിൽ ശരിക്കറിയൂലേ? അവരുടെ ആ രൂപത്തിലൊന്ന് കണ്ടു നോക്ക്. ഫാൻസ് അസോസിയേഷൻ ഉള്ള ആളുകളോട് തന്നെയായി പറയുന്നത്, അവരുടെ യഥാർത്ഥ രൂപത്തിലൊന്ന് കണ്ടാൽ പച്ച വെള്ളം കുടിക്കത്തില്ല. ഇപ്പൊ തന്നെ തൊലിപ്പുറത്തെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്, അടയാളങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. കുറെ പേര് ഇപ്പോഴും അവര് ഭയങ്കര തക്കവയുടെ അഹിലുകാരാന്ന് പറഞ്ഞ് ഇപ്പോഴും നിൽക്കുന്നു. നല്ല നിസ്കരിക്കും ഞങ്ങളുടെ ആക്കാന്ന്. എന്താ ചെയ്യാതെ കരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അന്യ പെണ്ണിനെ കെട്ടിപ്പിടിച്ചോണ്ട് റാഹത്തായിട്ട് ഡിൻഡോൽഫി മന്ദാകിനി നല്ല റാഹത്തുണ്ട്. ഒരു സ്വർഗം. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അത് വേറെ വിഷയം, പോട്ടെ. ഹല്ലി വല്ലി ഞാൻ പറയുന്നത് എന്തുകൊണ്ട്, നമ്മളെ ആളുകൾ പിൻപറ്റുന്നത് ഇവരെയൊക്കെ. അവരെന്ത് ചെയ്യുന്നു അത് അതേപോലെ പ്രവർത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളല്ലേ ഏറ്റവും സുന്ദരൻ. ആ പ്രവാചകരുടെ സൗന്ദര്യം എന്താ ഈ സമുദായം ഒപ്പിയെടുക്കാത്തത്? ആ പ്രവാചകർ കഴിച്ചതുപോലെ, ആ പ്രവാചകർ ജീവിച്ചതുപോലെ സംശുദ്ധമായ ജീവിതം എന്തേ ഈ തലമുറ ഒപ്പിയെടുക്കാതെ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തുകൾക്ക് എന്ത് കുറവുണ്ടായിരുന്നു? ആ പ്രവാചകരുടെ ഭക്ഷണ രീതിക്ക് എന്താണ് പ്രയാസം ഈ സമൂഹത്തിന്? എന്തേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കൊണ്ടുവരാത്തത്? നമ്മൾ മുഅ്മിനീങ്ങളാണെന്ന പേര് മാത്രം, അള്ളാഹുവിനെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിയുകയാണ്. وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവരാണ്. അവരാണ് മുഅ്മിനെന്ന് വിശുദ്ധമായ ഖുർആൻ. ആരാണ് മുഅ്മിൻ? അതാണ് ഇന്നത്തെ ദിവസം ഈ സദസ്സിലൂടെ അടയാളപ്പെടുത്തുന്നത്. മുഅ്മിനിന്റെ വിശേഷണങ്ങൾ 5. 1, അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും. 2, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ അവന്റെ ഈമാൻ വർദ്ധിക്കും. അൽ-ഈമാനു യസീദു വയൻഖുസു. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെതാകുന്ന സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാബ് തന്നെയാണ്. ഈമാൻ വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. നല്ല കാര്യങ്ങൾ കൊണ്ട് ഈമാൻ വർദ്ധിക്കും, തിന്മകൾ കൊണ്ട് ഈമാൻ നഷ്ടപ്പെടും. കള്ളു കുടിച്ചാൽ, വ്യഭിചരിച്ചാൽ ഒക്കെ ഈമാൻ കുറയും, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. من شرب الخمر ينزع منه الإيمان كما ينزع قميصه من رأسه. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ആരൊരുവൻ ലഹരി നുണഞ്ഞുവോ, കഞ്ചാവ് അടിച്ചുവോ, എമ്മടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളുണ്ടോ, യൻസിഉ മിൻഹുൽ ഈമാൻ, അവനിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ടു പോകുമേ. കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി, അവന്റെ തലയിലൂടെ ഖമീസ് ഊരപ്പെടുന്നത് പോലെയെന്ന് നബിയുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ വർദ്ധിക്കുമേ ഖുർആൻ കേട്ടാൽ, ഈമാൻ കുറയുമേ ലഹരി നുണഞ്ഞാൽ. തിന്മ ചെയ്താൽ ഈമാൻ കുറയും, നന്മ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും. وَإِذَا قُرِئَ الْقُرْآنُ فَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. ഖുർആൻ കേൾക്കുന്നവരാകണേ. ആ ഖുർആൻ കേൾക്കുന്നതിലൂടെ അല്ലാഹു നിങ്ങൾക്ക് തീർച്ചയായും കരുണ ചൊരിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ലഅല്ല എന്ന പദം സാധാരണ രീതിയിൽ അറബി ഗ്രാമർ അനുസരിച്ച്, വ്യാകരണം അനുസരിച്ച് ലിത്തറജി, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് മഅന. എന്നാൽ ഖുർആനിൽ ലഅല്ല വന്നാൽ ലിത്തഹ്ഖീഖി, ഉറപ്പായിട്ടും അല്ലാഹു കരുണ ചൊരിയുമെന്ന് അർത്ഥം വെക്കണമെന്ന് മഹാനായ താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജമുൽ ജവാമിയിലൂടെ രേഖപ്പെടുത്തി.
നിങ്ങൾ ഖുർആൻ കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, കേൾക്കണേ. ലഅല്ലക്കും തുർഹമൂൻ, ഉറപ്പായും അല്ലാഹു നിങ്ങൾക്ക് കരുണ ചൊരിയും. ഖുർആൻ കേട്ടാൽ ഉറപ്പാണ് കരുണ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹൃദയത്തിൽ കാരുണ്യമുണ്ടാകും, മക്കൾ സ്വാലിഹീങ്ങളാകും. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഖുർആൻ കേൾക്കുന്നവരാൻ. രാവിലെ ആകാശവാണിയിലൂടെ 7 മണിക്ക് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കാൻ വേണ്ടി റേഡിയോ തയ്യാർ ചെയ്ത് കാത്തിരിക്കുന്ന ഉപ്പമാരുള്ള ഒരു തലമുറ തേവലക്കരയിൽ മുമ്പുണ്ടായിരുന്നു. ഇന്ന് വീടിന്റെ അകത്തരങ്ങൾ DJ പാട്ടിട്ടുകൊണ്ട് സിനിമാ പാട്ടിന്റെ രാഗത്തിനൊത്ത് തുള്ളുന്ന ഉമ്മമാരും റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന കൊച്ചുമ്മമാരുമായി ഇന്നത്തെ തലമുറ മാറി. റീൽസ് കളിക്കാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് റീൽസ്, തുള്ളുന്നത് റീൽസ്, ബെഡ്റൂമിൽ കയറുന്ന റീൽസ്, ബാത്റൂമിൽ കയറുന്ന റീൽസ്, ബാത്റൂം കഴുകുന്നത് റീൽസ്, ടോയ്ലറ്റിനകത്തിട്ട് ഇളക്കുന്നത് വരെ റീൽസ്. റീൽസിലോട് മയാണ്. അല്ലാഹു മലക്കാക്കം. ഫുള്ള് റീൽസ് കളി. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ തലമുറയ്ക്ക് എന്ത് പറ്റിയെന്തോ അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാം വീട്ടിൽ നടക്കുന്നത് മുഴുവൻ കാണിച്ചു കൊടുക്കുക, അടിച്ചു വാരുന്നത് ഒക്കെ കാണിച്ചു കൊടുക്കുക. ബെഡ്റൂം എവിടെയാണ്, അടുക്കള എവിടെയാണ്, ബെഡ്റൂമിൽ എപ്പോഴാണ് കിടക്കുന്നത്, ഏത് കൊളുത്താൻ നമ്മൾ ഇടുന്നത്, ഏതൊക്കെ കൊളുത്തുകൾ ഇടാതെ ഉണ്ട്, എല്ലാം കാണിച്ചു കൊടുക്കുക. രഹസ്യമാക്കി വെക്കേണ്ട പല സംഭവങ്ങളുണ്ട് വീട്ടിൽ, അതുവരെ പരസ്യമാക്കുകയാണ് ചാനലുകളോട് വെച്ചിട്ട് നമ്മുടെ സഹോദരിമാർ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപക്വമായ പെരുമാറ്റമാണത്. നമ്മൾ സ്വർണം വെക്കുന്നത്, നമ്മൾ വെള്ളി വെക്കുന്നത്, നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മുടെ സുരക്ഷിതത്വം ഒക്കെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ ലോകർക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുർആൻ നിങ്ങൾ കേൾക്കണേ, ദുനിയാവിന്റെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ്, കാവലാൻ. يدفع عن مستمع القرآن بلوى الدنيا وعن تالي القرآن بلوى الآخرة. ഖുർആൻ കേൾക്കണേ, ഖുർആൻ കേൾക്കണേ, അതിലൂടെ ദുനിയാവിന്റെ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅൻ താലിൽ ഖുർആൻ ബൽവൽ ആഖിറ. ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്താൽ ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ കേൾക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. അതിലാണ് നമുക്ക് ജീവിതത്തിൽ ഖൈറുണ്ടാവുക. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമൽ ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ്. ഖീല വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? അർത്ഥം തിരിയാത്ത സ്വഹാബത്ത് നബി തങ്ങളോട് അതിന്റെ അർത്ഥതലങ്ങളെ പറ്റി ചോദിക്കുമ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി തേവലക്കരയിലുള്ള ഓരോ ഉമ്മമാരും സഹോദര സഹോദരിമാരും പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ പാരായണം ചെയ്താൽ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതിയാൽ വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവണതയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള ആയിരങ്ങളോട് സ്നേഹത്തോടുകൂടി കുമ്മനമസാദ് ചോദിക്കട്ടെയോ, നമ്മുടെ ആയുസ് എത്രയാണ്? 30, 40, 50, 60, 70 വയസ്സ് വരെ ജീവിച്ച് തീർത്തതാകുന്ന ഉമ്മമാരല്ലേ, സഹോദരിമാരല്ലേ? നമ്മുടെ ആയുസിന്റെ എണ്ണം കണ്ടിട്ടെങ്കിലും ഖുർആൻ ഖത്മ തീർത്തവരാണോ? ഖുർആനിനോടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ചവരല്ലയോ? പള്ളിവടകത്തലങ്ങളിൽ മനോഹരമാകുന്ന ഷെൽഫുകളിൽ ബൈന്നിട്ടുകൊണ്ട് നിലകൊള്ളുന്ന പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞ റമദാൻ 27-ാം രാവിനെടുത്തതാണ് ഖുർആൻ. പിന്നീട് ആ ഖുർആനിനെ കൈകൊണ്ട് തൊടാത്തവരല്ലയോ? ഖുർആനിനെ പരിചയപ്പെടാത്ത യുവതലമുറയല്ലയോ?
മദ്രസ വിദ്യാഭ്യാസത്തെ അരികവൽക്കരിക്കുന്ന കാലഘട്ടമാണ്. ദീനി വിദ്യാഭ്യാസം വേണ്ട എന്ന് പ്രതിദിനം ഓരോ കോണുകളിൽ നിന്നുകൊണ്ട്, ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ വാക്കുകൾ കടന്നു വരുകയാണ്. കേട്ടില്ലേ നിങ്ങൾ? കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ നിയമപ്രകാരം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. മദ്രസ വിദ്യാഭ്യാസം വേണ്ട, അത് നിർത്തലാക്കണേ. എവിടേക്കാണ് ഈ സമുദായത്തിന്റെ പോക്ക്? ഈ സമുദായം മുഴുവനും ഉറങ്ങുകയാണ്, ഉറക്കം നടിക്കുന്ന ആളുകളായി മാറുകയാണ്. അവന്റെ കാലിന്റെ മണ്ണിന്റെ അടിയില്, അവന്റെ കാലിനടിച്ചുവട്ടിലുള്ള മണ്ണ് പോലും ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത അറിയാതെ പോകരുതേ. കേരളത്തിലേതാകുന്ന പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ, എത്രയോ പാവപ്പെട്ട മുഅല്ലിമീങ്ങളാണ്. 2.5 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ, 10 ലക്ഷത്തോളം വരുന്നതാകുന്ന മദ്രസ വിദ്യാഭ്യാസത്തിലുള്ള പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് അറിവിൻ്റെതാകുന്ന നിറകുടങ്ങളായി പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനും ഹദീസുകളും നിദാന ശാസ്ത്രങ്ങളും അഖ്ലാഖിലൂടെയും താരീഖിലൂടെയും എന്ത് വേണ്ട മനോഹരമാകുന്ന വിഷയങ്ങളിലൂടെ ജനങ്ങളെ കർമ്മോത്സുകരാക്കി ആത്മീയതയിലേക്ക് കൊണ്ടുവരുമ്പോ അതിനെ തടയിടാനായി അല്ലാഹ് എന്ന് വാദിക്കുന്ന ഒരു തലമുറ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടാനായി മുസ്ലിം സമുദായത്തിന് എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങൾ കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതാക്കുവാനായി ഒരു വിഭാഗം ആളുകൾ പരിശ്രമിക്കുകയാ. ഈ സമുദായത്തിന്റെ മക്കൾ ഉറങ്ങുകയാണ്.